മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ് സിനിമ കണ്ടു. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം. ഒരു മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയുടെ ഫാനാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് വാച്ച് മൂവിയാണ് ഇത്. ആ ഒരു ഫ്രാഞ്ചൈസിയുടെ അവസാനത്തെ ഫിലിമാണ്. അപ്പോൾ ടോം ക്രൂയിസ് അഥവാ നമ്മുടെ ഏജന്റ് ഈതൻ ഹണ്ടിന്റെ അവസാനത്തെ മിഷനാണ് ഈ ഫിലിം പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ആക്ഷൻസ് ആയിരുന്നു ഈ ഫിലിമിൽ. ടോം ക്രൂയിസ് ഈ പ്രായത്തിലും ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് സംഭവം തന്നെ. ഒരു ഡ്യൂപ്പിനെ പോലും പുള്ളി ഇത് ചെയ്യാതെയാണ് പുള്ളി ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ രണ്ട് വലിയ ആക്ഷൻ സീക്വൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്, പിന്നെ ഉള്ളത് ക്ലൈമാക്സിൽ വരുന്ന ഒരു പ്ലെയിനിൽ വരുന്ന സംഭവമാണ്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണുന്ന സീനുകൾ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സീനുകളായിരുന്നു അത്. ഞാൻ ഐമാക്സിലാണ് സിനിമ കണ്ടത്. ഡിപ്പോളിയായിരുന്നു, രക്ഷ ഉണ്ടായില്ല. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഐമാക്സിൽ. ഒരു 3 സ്റ്റാർ കൊടുക്കാം ഔട്ട് ഓഫ് 5. എനിക്ക് വർക്കായ ഫിലിമാണ്. അപ്പൊ നിങ്ങൾ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസി ഫാൻസ് ആണെങ്കിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. അല്ലാതെ ഒരു ആക്ഷൻ മൂവി എന്ന രീതിയിൽ കാണാൻ പോയാലും നിങ്ങൾക്കൊരു വർത്ത് മൂവി തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കനിങ്.